നമസ്കാരം. പശ്ചിമേഷ്യയെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഒടുവിൽ ഒരു വിരാമം ഉണ്ടാകുമോ? മാസങ്ങളായി മിസൈലുകളും ഭീഷണികളും പ്രതികാര പ്രഖ്യാപനങ്ങളും നിറഞ്ഞു നിന്ന ലോകരാഷ്ട്രീയം ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ തന്നെ തുടരണമെന്ന മുജ്തബ ഖമേനിയുടെ കടുത്ത പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയെങ്കിലും അതിന്റെ അടിയിൽ മറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കങ്ങളാണെന്ന വിലയിരുത്തലും ശക്തമാവുകയാണ്. കാരണം പരസ്പരം മുഴുവൻ തകർക്കാൻ ഒരുങ്ങിയിരുന്ന അമേരിക്കയും ഇറാനും ഇപ്പോൾ തുറന്ന യുദ്ധഭൂമിയിലല്ല, ചർച്ചാ മേശയിലൂടെയാണ് ശക്തി പരീക്ഷ നടത്തുന്നത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാറ്റം. സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് വിടാതെ ഇറാനിൽ തന്നെ നിലനിർത്തണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ നിർദ്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനിലെ 2 മുതിർന്ന നേതാക്കളാണ് ഇത് സംബന്ധിച്ച് വിവരം പങ്കുവച്ചത്. യുറേനിയം നൽകിയാൽ ഭാവിയിൽ US ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. സമാധാന ചർച്ചകളിൽ US മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നിന്മേലാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ നിലപാട് ട്രംപിനെ പ്രകോപിപ്പിച്ചേക്കാമെന്നും യുദ്ധം അവസാനിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ കൂടുതൽ സങ്കീർണമായേക്കാമെന്നുമാണ് വിലയിരുത്തൽ. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ പുറത്തേക്ക് അയക്കുമെന്ന് ട്രംപ് തങ്ങൾക്ക് ഉറപ്പ് നൽകിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് വ്യക്തമാക്കി. ഇറാൻ ആണവായുധങ്ങൾക്കായി ശ്രമിക്കുകയാണെന്നത് ഇസ്രായേലിന്റെയും USന്റെയും ദീർഘകാലമായുള്ള ആരോപണമാണ്. സാധാരണ ഉപയോഗത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നുണ്ട് എന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നെന്ന ആരോപണം ഇറാൻ എല്ലാ കാലത്തും നിഷേധിച്ചിരുന്നു. ഇറാൻ ഇവിടെ നിലപാട് വളരെ വ്യക്തമായാണ് പ്രകടിപ്പിക്കുന്നത്. ആണവ പദ്ധതിയെ രാജ്യത്തിന്റെ അഭിമാനവും സുരക്ഷയും എന്ന നിലയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിദേശത്തേക്ക് മാറ്റണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടപ്പോൾ അതിനെ നേരിട്ട് തള്ളിക്കളയുകയാണ് ഖമേനി ചെയ്തത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ യുറേനിയം പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നത് ഭാവിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ രാജ്യം ദുർബലമാകാൻ ഇടയാക്കും. എന്നാൽ ഈ പ്രഖ്യാപനം യുദ്ധം കൂടുതൽ കടുപ്പിക്കുമെന്ന ഭയം ഉണ്ടാക്കിയപ്പോഴും മറുവശത്തെ ചർച്ചകൾ പൂർണ്ണമായും തകരാത്തതും ശ്രദ്ധേയമാണ്. അതായത് ഇരുവിഭാഗവും ഇപ്പോഴും ഒരു ധാരണയ്ക്കുള്ള സാധ്യത പൂർണ്ണമായി തള്ളിയിട്ടില്ല. ഇവിടെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഗൗരവം. അമേരിക്കയ്ക്ക് ഇറാനെ പൂർണ്ണമായി തകർക്കുക അത്ര എളുപ്പമല്ല. അതുപോലെ ഇറാനും നീണ്ടു നിൽക്കുന്ന യുദ്ധം സഹിക്കാനാകാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയ സംഘർഷം ആഗോള എണ്ണ വിപണിയെ നടുക്കിയിരിക്കുകയാണ്. ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ഗൾഫ് മേഖലയിലെ വ്യാപാര പാതകൾ ഭീഷണിയിലാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ യുദ്ധം തുടരുന്നത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക തിരിച്ചടിയാകും. അതിനാലാണ് ഖത്തർ, പാകിസ്ഥാൻ, ഒമാൻ പോലുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്ക് പിന്നിൽ ശക്തമായി ഇടപെടുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഇപ്പോഴും അതീവ ഗുരുതരമാണ് എന്നത് ഇതിന്റെ മറ്റൊരു വശമാണ്. ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിയന്ത്രിക്കണമെന്നാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രമല്ല, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും പ്രോക്സി മലീഷ്യകൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകൾ അതീവ സൂക്ഷ്മമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറിയൊരു തെറ്റായ നീക്കമോ ആക്രമണമോ പോലും വീണ്ടും വൻ യുദ്ധത്തിലേക്ക് സാഹചര്യം തിരികെ തള്ളിയേക്കാം. അതേസമയം യുദ്ധം നീളുന്നതോടെ ലോകശക്തികൾക്കും ഭയം കൂടുകയാണ്. കാരണം ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഇസ്രായേലിന്റെ സുരക്ഷ, റഷ്യ ചൈന ബന്ധങ്ങൾ, ആഗോള എണ്ണ വിതരണം എല്ലാം ഈ യുദ്ധവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഒരു നിയന്ത്രിത ധാരണയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നത്. യുദ്ധത്തിൽ വിജയം നേടുന്നതിനേക്കാൾ യുദ്ധം അവസാനിപ്പിക്കുകയാണ് പ്രധാനമെന്ന തിരിച്ചറിവ് പതുക്കെ ശക്തമാവുകയാണ്. ട്രംപിനും ഇത് നിർണായക രാഷ്ട്രീയ ഘട്ടമാണ്. പുതിയ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ബാധിക്കുമെന്നും US മനസ്സിലാക്കുന്നു. അതിനാൽ കടുത്ത ഭാഷ തുടരുമ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ നയതന്ത്രത്തിലൂടെയാണ് പരിഹാരം തേടുന്നത്. അതേസമയം ഇറാനും സ്വന്തം ശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുത്താതെ ഒരു ധാരണയിലെത്താനുള്ള വഴികളാണ് അന്വേഷിക്കുന്നത്. മുജ്തബ ഖമേനിയുടെ പ്രഖ്യാപനം ലോകത്തെ വീണ്ടും ഞെട്ടിച്ചുവെങ്കിലും അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്: ഇനി ഏറ്റുമുട്ടലുകൾക്ക് പകരം നിബന്ധനകളുടെ പോരാട്ടമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പശ്ചിമേഷ്യയെ തകർത്ത യുദ്ധം ഒടുവിൽ ആയുധങ്ങളാലല്ല ധാരണകളായിരിക്കും അവസാനിക്കുക.